എറണാകുളം പറവൂരിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് പോലീസ്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മരിച്ച കാവ്യയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി കൊടുക്കുമെന്നാണ് പറയുന്നത്. പറവൂർ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നാണ് കുടുംബം 24നോട് പറഞ്ഞത്. 1:30 കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ ബ്ലീഡിങ് ആണെന്നും പറഞ്ഞൊരു കുട്ടിയെ കൊണ്ടുപോകുന്നത്. ഈ മകളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇവിടെ ഡോക്ടർ വന്ന് വെച്ചാൽ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ വന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മയക്ക് ഡോക്ടർ വന്ന് ട്യൂബ് ഏതോ ഊരാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് കാർഡിയാക്ക് അറസ്റ്റ് വന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ പറഞ്ഞു, ഞങ്ങൾ ഇത്ര ഡോക്ടർമാരില്ലേ, ഞങ്ങളത് ഇവിടെ തന്നെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. കുറേ ഒരു 7 മണിയായപ്പോൾ അവർ പറയുകയാണ് മെഡിക്കൽ ആസ്റ്റർ മെഡിസിനിലേക്ക് ആംബുലൻസും ഡോക്ടർ സഹിതം വെന്റിലേറ്റർ ഉള്ള ആംബുലൻസ് വരും, ഡോക്ടർ സഹിതം വരുന്നുണ്ട്, അപ്പോൾ കൊണ്ടുപോകാമെന്ന് പറയും. അത് വന്നത് 9 മണിയായി ഇവിടെ വന്നപ്പോൾ. ഇപ്പോൾ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ നിന്ന് 6 മണിക്കൂറോളം ലേറ്റായി. അതിൻ്റെ ബ്ലീഡിങ് അതിനെ വന്ന് ഞങ്ങൾക്ക് വന്ന് ഈ മരണമാണ്. അപ്പോൾ ഡോൺ ബോസ് ആശുപത്രിക്കെതിരെ ഒരു പരാതികൾ കൊടുക്കുന്നുണ്ട്, പിന്നെ എല്ലാം ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കൊക്കെ കൊടുക്കുന്നുണ്ട്. കാവ്യയുടെ ചികിത്സയിൽ വീഴ്ചയില്ല എന്നാണ് ഡോൺ ബോസ്കോ ആശുപത്രി വിശദീകരിക്കുന്നത്. ഈ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, ആശുപത്രി അധികൃതർ പറയുന്നത് എന്താണ് പിന്നീട് സംഭവിച്ചതെന്നാണ്? കാര്യം എന്തായാലും ഇവർ മരിച്ചു, കാരണം വല്ല കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. SKN അങ്ങേയറ്റം സങ്കടത്തിലാണ് ആ കുടുംബം. കാരണം 2 ദിവസം മാത്രമാണ് കാവ്യയുടെ പെൺകുഞ്ഞിൻ്റെ പ്രായം. ആ കുഞ്ഞിനി അമ്മയില്ലാതെ വളരേണ്ട സാഹചര്യമുണ്ട്. ആ കുടുംബം പറയുന്നത് ഇങ്ങനെയാണ്: 23-ാം തീയതിയാണ് കാവ്യയെ പ്രസവത്തിന് വേണ്ടി ഡോൺ ബോസ്കോ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. 24-ാം തീയതി കാവ്യ പ്രസവിക്കുന്നു. അതിന് പിന്നാലെ കാവ്യക്ക് അമിത രക്തസ്രാവമുണ്ടായി. പക്ഷേ അത് കുടുംബത്തെ അറിയിക്കുന്നതിൽ വൈകിപ്പോയി, ആശുപത്രി അധികൃതർ അറിയിക്കുന്നതിൽ വൈകിപ്പോയി. അതിന് പിന്നാലെ വൈകിട്ട് 4 മണിയോടുകൂടി 24-ാം തീയതി തന്നെ വൈകിട്ട് 4 മണിയോടുകൂടി കാവ്യക്ക് ഹൃദയാഘാതം സംഭവിച്ചു. തൊട്ടു പിന്നാലെ കാവ്യയെ വെന്റിലേറ്റർ സൗകര്യമുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു. അതിൽ പ്രകാരമാണ് അങ്ങോട്ടേക്ക് മാറ്റി. പക്ഷേ 31-ാം തീയതി കാവ്യക്ക് മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഈ ഡോൺ ബോസ്കോ ആശുപത്രിയിലുണ്ടായ കാലതാമസമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രസവത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ആശയവിനിമയം കുടുംബത്തോടൊപ്പം നടത്താൻ ഈ ആശുപത്രിക്ക് ആയിട്ടില്ല. നിരീക്ഷണം തുടരാം എന്നുള്ള കാര്യങ്ങളൊക്കെ മുട്ടാപ്പൂക്കുകൾ മാത്രമാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. അതുകൊണ്ട് ഇവരുടെ വീഴ്ചയിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.